22 മുതൽ 25 വരെ പ്രായമുള്ളവർ സൂക്ഷിക്കണം. വരും വർഷങ്ങളിൽ തൊഴിൽ മേഖലയിൽ കാത്തിരിക്കുന്ന പ്രതിസന്ധി ചെറുതൊന്നുമല്ല. ഒരു കാലത്ത് വിരസവും ആവർത്തിച്ചുള്ളതുമായ ജോലികൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വലിയ പ്രാധാന്യമാണ് ഉള്ളതെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇന്ന് പല ജോലികളും മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത് AI ആണ്. ഇത് ഭാവിയിൽ വലിയ തോതിൽ വളരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടുത്തിടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പഠനത്തിൽ യുഎസിന്റെ തൊഴിൽ വിപണിയെ AI പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രസ്താവിച്ചിരുന്നു. മാത്രമല്ല AI എല്ലാവരെയും ഒരുപോലെ തന്നെ ബാധിക്കില്ല എന്നും 22-നും 25-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് കൂടുതൽ ആഘാതം ഏൽപ്പിക്കുകയെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എറിക് ബ്രൈൻജോൾഫ്സണിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. 22-നും 25-നും ഇടയിൽ പ്രായമുള്ള തൊഴിലാളികൾക്കിടയിൽ 13% ആപേക്ഷിക തൊഴിലിടിവുണ്ടായതായി സ്റ്റാൻഫോർഡ് ഗവേഷണം കണ്ടെത്തിയിട്ടുണ്ട്. 2022 മുതലാണ് ഈ ഇടിവ് രേഖപ്പെടുത്താൻ ആരംഭിച്ചു തുടങ്ങിയത്. കോപൈലറ്റ് പോലുള്ള AI ടൂളുകൾ കൂടുതൽ പ്രചാരണം നേടിയത്. ഈ കണക്കിന് വിപരീതമായിട്ടാണ് പ്രായമായ തൊഴിലാളികളുടെ കണക്കുകൾ. കൂടുതൽ പ്രായോഗികമായ തൊഴിലാളികളിൽ പ്രായമായ തൊഴിലാളികൾക്ക് 6% മുതൽ 9% വരെ തൊഴിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, വിൽപ്പന തുടങ്ങിയ മേഖലകളിലും സമാനമായ പാറ്റേണുകൾ പ്രകടമായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായ കൂടുതലുള്ള തൊഴിലാളികൾക്ക് ധാരാളം തൊഴിലിൽ ആഴമേറിയ അറിവും ജ്ഞാനവുമുണ്ട്. കാരണം അവർ അനുഭവത്തിൽ നിന്നാണ് തൊഴിൽ തന്ത്രങ്ങൾ പഠിച്ചെടുക്കുന്നത്. അതൊരിക്കലും എവിടെയും എഴുതി വയ്ക്കാൻ സാധ്യതയുമില്ല. വൻകിട സ്ഥാപനങ്ങളിൽ പഠിച്ചവർക്ക് പോലും ലഭിക്കാത്ത അറിവുകളാണ് അവർക്ക് വിപണിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ പുനഃസ്ഥാപിച്ചൊരു റിസ്ക് എടുക്കാൻ ഒരു കമ്പനിയും തയ്യാറാകുകയില്ല. ഇനി ഇതിലെ പ്രധാന ചോദ്യം ഈ പ്രായത്തിലുള്ളവർ എന്ത് ചെയ്യും എന്നതാണ്. സ്റ്റാൻഫോർഡിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും നിരാശാജനകമല്ല. തൊഴിലാളികളെ വർദ്ധിപ്പിക്കാൻ AI ഉപയോഗിക്കുന്ന തൊഴിലുകളിൽ അവസരങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, വിഷയത്തിൽ ഗവേഷണം നടത്താൻ AI ഉപയോഗിക്കുന്ന ജീവനക്കാരെയോ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കിയ ശേഷം അവരുടെ ജോലി 2 തവണ പരിശോധിക്കുന്നവരെയോ എടുക്കുകയാണ്. മുഴുവൻ ജോലികളും AI ഉപകരണങ്ങൾക്ക് കൈമാറുന്നവരെ അപേക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഈ തൊഴിലാളികൾക്ക് അപകട സാധ്യത കുറവാണ്. സാങ്കേതിക വിദ്യ എല്ലായ്പ്പോഴും തൊഴിലവസരങ്ങൾ നശിപ്പിക്കുകയും എല്ലായ്പ്പോഴും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ന്യായമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് ബ്രൈൻ ജോൾഫ്സിനെ പറഞ്ഞിട്ടുണ്ട്. AI വേതനത്തിൽ ഇടിവുണ്ടാക്കുമെന്ന് പലരും ഭയപ്പെടുന്നുണ്ടെങ്കിലും വിവിധ പ്രായക്കാർക്കുള്ള ശമ്പളം വലിയ തോതിൽ സ്ഥിരത പുലർത്തുന്നുണ്ട് എന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അതിവേഗമാണ് AI വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും AI സഹായം തേടുന്ന പ്രവണത ഇന്ന് കാണാനും സാധിക്കുന്നുണ്ട്. ഇത് മനുഷ്യരുടെ സർഗാത്മകതയെ ചൂഷണം ചെയ്യുന്ന സ്ഥിതി വിദൂരമൊന്നുമല്ല. ഗുണങ്ങളുണ്ടെങ്കിലും അതിലേറെ നാശവും വിതയ്ക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നോർക്കണം. ഇത്തരത്തിൽ സമഗ്ര മേഖലകളിലും ഇപ്പോൾ AI കൈ കടത്തിരിക്കുകയാണ്. ഇനി വരും കാലങ്ങളിൽ എത്രത്തോളം AI നമ്മളെ സ്വാധീനിക്കും എന്നത് കണ്ടു തന്നെ അറിയണം.